നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു വ്ലോഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഈ ചാനലില് സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നൊരു വ്ലോഗ് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതൊക്കെ ഫേസ് ഒക്കെ കാണിച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നേരത്തെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. കറി വെക്കാനുള്ള കടലയാണ് വേവിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇത് നമ്മൾ 1-2 ട്രിപ്പായിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടുത്തൊരു സൈഡിലായിട്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് 40 ചപ്പാത്തിയാണ് ഉണ്ടാക്കേണ്ടത്. അടുത്ത സൈഡിലായിട്ട് കറിക്ക് വേണ്ട സവാളയൊക്കെ മുറിച്ച് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിത് ഒരടുപ്പിൽ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്, ഒരടുപ്പിൽ കറി വെക്കാനുള്ള പാത്രവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ടുള്ള കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ എണ്ണയിൽ ജീരകമാണ് പൊട്ടിച്ചിട്ടുള്ളത്. അതിനുശേഷം ഉണക്കമുളക്, പിന്നെ നമ്മളിതാ മുറിച്ച് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചോറിന് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടാകുന്നില്ലേ, അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ സൈഡിലായിട്ട് സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു രീതിക്ക് പിന്നെ ആവശ്യത്തിനായിട്ടുള്ള മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുക. ആ ഒരു രീതിക്കാണ് കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ചോറും ചപ്പാത്തിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലത്തെ കണ്ടെയ്നർ ബോക്സാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് നമ്മളിത് ആദ്യം കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിനുശേഷം 2 ചപ്പാത്തി അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ദാ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി പാക്ക് ചെയ്യാൻ ബാക്കിയാണ്. അതിനായിട്ട് ഇതാ ഇതുപോലത്തെ കവറുകളാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മോൾ ഭാഗം ഒന്ന് ചുറ്റിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇതേ രീതിക്ക് ഓരോ പാക്കുകളും നമുക്ക് റെഡിയാക്കി കൊടുക്കണം. നമ്മളെല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചോറും അതുപോലെ കറിയും. ഇതൊരു കാർബോണിൻ്റെ ബോക്സിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഓട്ടോയിലാണ് പോണത്. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് വക്കത്തും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ ആയിട്ട് ഒരു നേരത്തിന് ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ ഒരു പാവങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണം അവരെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. അതിനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കേട്ടോ. അപ്പം അതിനായിട്ട് അവരെവിടെയാണ് ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. അവരെവിടെയാണോ ഉള്ളത് അവരെ കയ്യിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. അതിനായിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരെയായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെ കയ്യിലേക്കും ആയിട്ട് ആ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ ഇതുപോലെ എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. എനിക്ക് വ്ളോഗ് എടുത്തതൊന്നും അത്ര പരിചയമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾക്ക് അറിയാം, എൻ്റെ ചാനൽ സ്റ്റിച്ചിങ് ചാനലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ട്യൂട്ടോറിയൽ വീഡിയോസാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അതും വ്ളോഗിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്കൊരു വരുമാനം കിട്ടുന്നത് കൊണ്ടാണ് എനിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്. ഇനി പറ്റുമെങ്കിൽ ഇതിലും കൂടുതലായിട്ടുള്ള പേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് കഴിയട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.